ഞാൻ പല പ്രാവശ്യത്തിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ CPM സ്പോൺസർ ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയായ SFI കേരളത്തിലൊരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി മാറുകയാണ്. CPM നേതൃത്വം ഇടപെട്ട് അതിനെ പിരിച്ചുവിടണം. ഇന്നലെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ യൂണിവേഴ്സിറ്റി ഇലക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരുന്ന KSU വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ക്രൂരമായി ഇവരാക്രമിച്ചു. പുറകിൽ വന്നാണ് അടിച്ചത്. സാമൂഹ്യ വിരുദ്ധരാണ്. പുറകിൽ വന്ന് അടിച്ചത്. പെൺകുട്ടികൾക്ക് വരെ പരിക്കുപറ്റി. അതിനുശേഷം അവരെ രക്ഷിക്കാൻ വന്ന പോലീസിനെ അടിച്ചു. ഇന്ന് വെളുപ്പാങ്കാലത്ത് 12 മണി കഴിഞ്ഞിട്ട് എറണാകുളം ഡിസ്ട്രിക്ട് ബാർ അസോസിയേഷൻ്റെ ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ മുതൽ. അവിടെ കയറി ഒരു വലിയ സംഘം അവരൊരുക്കിയിരുന്ന ഭക്ഷണം മുഴുവൻ കഴിച്ചു SFIക്കാർ. എന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിച്ചു. കൂട്ടയടിയായിരുന്നു. 10ഓളം പേര് ആശുപത്രിയിലാണ്, അഭിഭാഷകർ ആശുപത്രിയിലാണ്, ഒരാൾ IC യൂണിറ്റിലാണ്. ഇത് രാഷ്ട്രീയ സംഘർഷമല്ല എറണാകുളത്ത് നടന്നത്. ഒരു പരിപാടി നടക്കുന്ന ഡിസ്ട്രിക്ട് കോർട്ടിൻ്റെ ബാർ അസോസിയേഷൻ്റെ അഭിഭാഷകരുടെ ബാർ അസോസിയേഷൻ്റെ വാർഷിക ദിനം നടക്കുന്ന സ്ഥലത്തേക്ക് ഇരച്ചു കയറി അവിടെ കയറി അവരുടെ പരിപാടിയിൽ മ്യൂസിക് പ്രോഗ്രാമിൽ ഡാൻസ് ചെയ്ത് ബഹളം ഉണ്ടാക്കി. സ്ത്രീകളടക്കം അവമാനിച്ചപ്പോൾ അവർ ചോദ്യം ചെയ്തു, പുറത്തു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ വന്നിട്ട് വലിയ ഗ്യാങ് വന്ന് ക്രൂരമായി മർദ്ദിച്ചു. പരിക്കേറ്റ് പറ്റി ആശുപത്രിയിൽ കിടക്കുന്നവരിൽ CPM അനുകൂല സംഘടനയായ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ പ്രവർത്തകർ വരെയുണ്ട്, അഭിഭാഷകരായിട്ടുള്ള ആളുകൾ വരെയുണ്ട്. രാഷ്ട്രീയമൊന്നുമല്ല. അപ്പോൾ ഇതൊന്നൊരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ മയക്കുമരുന്ന് പിടിച്ചാലും കളമശ്ശേരി പോളിടെക്നിക്കിൽ മയക്കുമരുന്ന് പിടിച്ചാലും കേരളത്തിലെ ഏത് ക്യാമ്പസിൽ റാഗിങ്ങിന് ആളെ പിടിച്ചാലും മയക്കുമരുന്ന് പിടിച്ചാലും അതിൽ SFIക്കാരുണ്ട്. വയനാട് പൂക്കോട് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം അല്ലേ, അതേപോലെ തന്നെ കോമ്പസ് കൊണ്ട് കുത്തിക്കീറി കോട്ടയത്ത് അതിന്മേൽ ഫെവിക്കോൾ ഒഴിച്ച സംഭവം. ഈ എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളുടെയും പുറകിൽ ഈ വിദ്യാർത്ഥി സംഘടന ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ലഹരി വ്യാപനത്തിൻ്റെ കണ്ണികൾ കൂടിയായി ഇവർ മാറിയിരിക്കുകയാണ്. ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുത്ത്, രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുത്ത് ഇവർക്ക് മുഴുവൻ ഇവരെ ക്രിമിനലുകളാക്കിയുള്ളൊരു പുതിയ തലമുറയെ മാറ്റിയാണ് CPM ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം. ദയവ് ചെയ്ത് ഇവരോട്, സ്വന്തം സംഘടനയിൽപ്പെട്ട ഈ വിദ്യാർത്ഥികളോട് അവരോട് നശിച്ചു പോകരുതെന്ന് പറയണം. ഇതാണ് എനിക്ക് CPM നേതൃത്വത്തോടുള്ള അഭ്യർത്ഥന. പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന ഹാളിന് RSS നേതാവിൻ്റെ പേര് നൽകാനാണ് ഇപ്പോൾ തീരുമാനം. അതിനെങ്ങനെയാണ് കോൺഗ്രസ്? അല്ലാതെ തീർച്ചയായിട്ടും അത് അവിടുത്തെ പ്രാദേശിക നേതൃത്വം അതിൽ ശക്തിയായിട്ട് പ്രതികരിക്കും. അത് അവർ ആലോചിച്ചിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കും. അത് BJPയുടെ നേതാവാണ്. പക്ഷെ അതുകൊണ്ടൊരു നഗര ഇതിൽ ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും നടക്കുന്നത്. ഞങ്ങളിപ്പോൾ അഹമ്മദാബാദിൽ AICC സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അവിടെ ഗാന്ധിയുടെ സ്മാരകത്തേക്കാൾ, സബർമതി ആശ്രമത്തേക്കാൾ കൂടുതൽ അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് സവർക്കർ കിടന്ന ജയിലാണ്. അവിടേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ. അപ്പോൾ അവർ ചരിത്രം തിരുത്തി എഴുതാൻ ശ്രമിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക പോലും ചെയ്യാതെ, പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് കുത്തുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളത്തിനും പോലീസിനും ഒറ്റുകൊടുത്ത 5ാം പത്തികളെ ഇപ്പോൾ വലിയ നേതാക്കന്മാരായി രാഷ്ട്ര നേതാക്കന്മാരായും ആദരിക്കുകയും ചെയ്യുന്ന ചരിത്രം തിരുത്തി കുറിക്കുന്ന പരിപാടിയാണ് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാവരും ചേർന്ന് അതിശക്തമായിട്ട് എതിർക്കുക. അവരൊരു ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ്. അത് CPM പോലുള്ള സംഘടന വന്നിട്ട് അവർ ഫാസിസ്റ്റ് അല്ല, നവഫാസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വെള്ളപൂശാൻ ശ്രമിക്കുന്നത് ശരിയല്ല. കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് പോകണമെന്നുള്ള തീരുമാനത്തിലൂടെയാണ് കഴിഞ്ഞ യോഗം അവസാനിച്ചത്. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ്? അല്ല, കേരളത്തിൽ കോൺഗ്രസ് ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും പോകണമെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം. പുനഃസംഘടന തുടങ്ങിയ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇവിടെയല്ല, ദേശീയ നേതൃത്വമാണ് ചർച്ച ചെയ്യേണ്ടത്. അത് സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിച്ച് ദേശീയ നേതൃത്വം കൈക്കൊള്ളും. ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ദയവ് ചെയ്ത് ഞങ്ങളുടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ KPCC പ്രസിഡന്റൊന്നും നിങ്ങൾ തീരുമാനിക്കരുത്. അതിനെങ്കിലുള്ള അവസരം ഞങ്ങൾക്ക് തരണം. ഈ ഷൂവുമായി ബന്ധപ്പെട്ട വെല്ലുവിളി അത് വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. ഞാൻ റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇനിയും നെഗോഷിയേറ്റ് ചെയ്യാം. 5000 പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കാം. മദ്യനയത്തിൻ്റെ വിഷയം പറഞ്ഞത്, ലഹരി മരുന്നിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടം തുടങ്ങും എന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. മുഖ്യമന്ത്രി നേരെ പോയി ക്യാബിനറ്റിൽ പോയി 1-ാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. എന്തൊരു കാപഢ്യമാണ് കാണിക്കുന്നത്. 1-ാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടി തീരുമാനം എടുക്കുക. നേരെ പോയി ലഹരിക്കെതിരായിട്ട് ആഞ്ഞടിക്കുക, പത്രസമ്മേളനമൊക്കെ നടത്തി ആഞ്ഞടിക്കുക. ഇനി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം എന്ന് പറയുക. എന്നിട്ട് നേരെ പോയി ക്യാബിനറ്റിൽ പോയി 1-ാം തീയതി അവധിയായിരുന്നു, അതുകൂടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക.
ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുക. എക്സൈസ് മന്ത്രി ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയാം. കള്ളിൻ്റെ ഒപ്പം ജവാനെ കൂടി ജവാനാരാ പറയണ്ടല്ലോ, മറ്റേ ജവാനല്ല. ഞാനിനി ജവാന്മാരെ അവമാനിച്ചെന്ന് പറയുന്നത്. ജവാൻ ബ്രാൻഡ് ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയുക. എന്തൊരു കാപട്യമാണ് ഈ സർക്കാരിൻ്റെ, കാപട്യമാണ്.